ഇന്ന് ഞങ്ങൾ മഹാദേവിനെ എഴുത്തിനിരുത്താൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ വിദ്യാരംഭത്തിനായിട്ട് കൊണ്ടുപോകുന്നത് ആവണങ്കോട് സരസ്വതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ആ ക്ഷേത്രം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തൊട്ടടുത്താണ്. അവിടെ ചെന്ന് നിന്നപ്പോൾ തുടങ്ങി ഞങ്ങൾക്ക് ഒരുപാട് വിമാനങ്ങൾ കാണാൻ പറ്റി കേട്ടോ. 9:30 ആകുമ്പോഴേക്കും നമുക്ക് വിദ്യാരംഭം കുറിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 1.5 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അവിടെ കുറേ ഏരിയ ഉള്ളൊരു അമ്പലമായതുകൊണ്ട് ഇവർക്ക് ഓടിക്കളിക്കാനൊക്കെയുള്ള സ്ഥലമുള്ളതുകൊണ്ട് ബോറടിച്ചില്ല കേട്ടോ. അവരവിടെ തൊഴുത് കഴിഞ്ഞ് കുറേ ഓടിക്കളിച്ചു. പിന്നെ ആ അമ്പലത്തിൻ്റെ ചുറ്റും കുറേ പൂച്ചെടികളുണ്ടായിരുന്നു, നിറച്ച് പൂക്കളൊക്കെ ആയിട്ട്. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നേ. പിന്നെ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ വിമാനങ്ങൾ ഇങ്ങനെ പോണ കാണാൻ പറ്റുമായിരുന്നു. അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കണ്ടിതാണ് പൂച്ചെടികൾ, നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടി. കണ്ടോ, വിമാനം പോണ കാണുമ്പോഴേക്കും പിള്ളേർ ഓടി വരാണ് കേട്ടോ. അപ്പം അത് കണ്ടോ, അത്ര അടുത്ത് നമുക്ക് കാണാൻ പറ്റും വിമാനം കേട്ടോ. മുണ്ട് ഉടുത്തപ്പോൾ തുടങ്ങിയ മഹാദേവ് അത് മടക്കി കുത്താൻ നോക്കുന്നത് കേട്ടോ. പല രീതിയിൽ അവനത് ശ്രമിച്ചു, എങ്ങനെയൊക്കെ ഒപ്പിച്ചു, അതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവൻ അവിടെ കിടന്ന് 2 അപ്പൂപ്പൻ തടി കിട്ടി. പിന്നെ അത് വെച്ചായിരുന്നു കുറേ നേരത്തേക്കുള്ള കളി. ഇപ്പം ഈ കാണുന്നത് ഒരേ സമയം ട്രെയിനും വിമാനം ഒരുമിച്ച് പോകുന്നത് കേട്ടോ. അത് മാധവന് ഭയങ്കര അത്ഭുതമായിരുന്നു. അമ്മ വിമാനവും ട്രെയിനും ഒരുമിച്ച് കൊണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. സമയം 9:30 ആയപ്പോഴേക്കും മഹാദേവിനെ എഴുത്തിനിരുത്തിയിട്ടോ. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എഴുത്തിനിരുത്തി ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അങ്ങനെ എഴുത്തിനിരുത്തലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഞങ്ങൾക്ക് നല്ല മധുരമുള്ള നെയ്പ്പായസമൊക്കെ കിട്ടി അവിടെ നിന്ന്. പിന്നെ അവൻ്റെ കയ്യിൽ ചിരട് കെട്ടി കൊടുത്തതിൻ്റെ അവന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അങ്ങനെ പായസമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ നിന്ന് പോന്നു കേട്ടോ.